നമസ്കാരം. ടാരോഡ് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് എനർജി എന്താണെന്നുള്ളതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത്. അതുപോലെ ഈ ഒരു റീഡിംഗിൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയാം. അതുപോലെ ലവേഴ്സ് ആയിക്കോട്ടെ, എക്സ്ട്രാമാരിറ്റൽ അഫെയറുള്ള ആളുകളായിക്കോട്ടെ, എല്ലാവർക്കും ഈ റീഡിംഗ് എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടി ഇരുന്നിട്ട് റീഡിംഗ് കാണാം. ഫസ്റ്റ് കാർഡ് വന്നിട്ടുള്ളത് 6 ഓഫ് പെന്റിക്കിൾസ് എനർജിയാണ്. ഈ റിലേഷന്റെ കാര്യത്തിൽ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. അതായത് ചില സമയത്ത് നിങ്ങളൊരു ബെഗിങ് ലെവലിലോട്ട് മാറുന്നു, നിങ്ങളുടെ പേഴ്സണോട് സ്നേഹത്തിന് വേണ്ടി യാചിക്കുന്ന ഒരു സിറ്റുവേഷനിലോട്ട് മാറുന്നുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. നിങ്ങൾ ഈ ഒരു റിലേഷനിൽ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് വേണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. പക്ഷെ എപ്പോഴും നിങ്ങൾ അങ്ങോട്ട് സ്നേഹത്തിന് വേണ്ടി കെഞ്ചുന്ന സിറ്റുവേഷൻസ് നിങ്ങളുടെ റിലേഷനിൽ ഉണ്ടാവുന്നതായിട്ടാണ് കാണുന്നത്. അത് നിങ്ങളെ മാനസികമായിട്ട് ഒരുപാട് തകർക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു റിലേഷനിൽ ഒരു മടുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഈ റിലേഷനിൽ ഒരു നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ, നിങ്ങൾ ഈ ഒരു റിലേഷനിൽ നിന്ന് എന്താണോ ആഗ്രഹിക്കുന്നത്, ഒരു സ്നേഹമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഒരു റിലേഷൻ ആഗ്രഹിക്കുക. ആ ഒരു സ്നേഹത്തിന് വേണ്ടി യാചിക്കുന്ന ഒരു മാനസികാവസ്ഥ നിങ്ങളുടെ ഈ ഒരു റിലേഷനിൽ ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് ഇപ്പം റിലേഷൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത്. ക്യൂൻ ഓഫ് പെന്റിക്കിൾസ് എനർജിയാണ്. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ സെൽഫ് ഗ്രോത്തിലോട്ട് ഫോക്കസ് ചെയ്യേണ്ട ഒരു സമയമായിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് വാല്യൂ കൊടുക്കേണ്ട ഒരു സമയമായിട്ടുണ്ട്. നിങ്ങൾ എത്രമാത്രം വാല്യൂബിൾ ആണെന്ന് നിങ്ങൾ തിരിച്ചറിയേണ്ട സമയമായിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത്. നിങ്ങൾ എപ്പോഴും ഈ ഒരു പേഴ്സണ് എന്തോ ഒരു പ്രാധാന്യം കൊടുത്ത്, അല്ലെങ്കിൽ അവരാണ് എല്ലാം എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ അവരില്ലെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളൊരു ചിന്തയിലാണ് നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് മാറി നിങ്ങളിപ്പോൾ ഒരു സെൽഫ് ലവ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷനിലാണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നത് എന്നാണ് കാണിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോഴായിരിക്കും ഈ റിലേഷനിലൊരു ചേഞ്ച് വരാൻ വേണ്ടി പോകുന്നത്. അതുവരെ നിങ്ങളൊരു ബെഗിങ് ലെവലിൽ നിന്നാൽ നിങ്ങളുടെ എനർജി ലെവല് താഴെ ആവുകയും ഈ ഒരു പേഴ്സൺ അവരുടെ എനർജി ലെവലിലോട്ട് നിങ്ങൾക്ക് എത്താൻ പറ്റാത്ത സിറ്റുവേഷൻ വരികയും ചെയ്യും. അപ്പോൾ ഈ ഒരു റിലേഷനിൽ എപ്പോഴും നിങ്ങൾക്കൊരു വാല്യൂ കിട്ടാത്തൊരു സിറ്റുവേഷനാണ് മുന്നോട്ടുണ്ടാവുന്നതായിട്ട് കാണുന്നത് കേട്ടോ. നൈറ്റ് ഓഫ് വാൺസ് എനർജിയാണ്. ഇവിടെ ഈ റിലേഷനിൽ ഒരു കമ്മ്യൂണിക്കേഷൻ മുന്നോട്ട് വരാനുള്ള ചാൻസ് കാണിക്കുന്നുണ്ട്. ആള് കംപ്ലീറ്റ് ആയിട്ട് ഈ റിലേഷൻ വിട്ടുപോയതായിട്ട് കാണുന്നില്ല. അവർ നിങ്ങളെ കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഈ ഒരു റിലേഷനിൽ നിങ്ങൾ തമ്മിൽ ഒരു നോ കോണ്ടാക്റ്റിലാണെങ്കിൽ ആള് നിങ്ങളെ ചേസ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ ആള് സോഷ്യൽ മീഡിയ വഴി അറിയുക, അല്ലെങ്കിൽ മറ്റുള്ളവരോട് അന്വേഷിക്കുക. അങ്ങനെ നിങ്ങളുടെ കാര്യങ്ങൾ അവർ അറിയാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് എന്ന് കാണിക്കുന്നുണ്ട്. 7 ഓഫ് പെന്റിക്കിൾസ് എനർജിയാണ്. അവർ കരുതുന്നത് അവർ ഈ റിലേഷൻ ഒരുപാട് എഫേർട്ട് ഇട്ടു, പക്ഷെ അതിന്റെ ഒരു റിസൾട്ട് ഈ റിലേഷനിൽ വരുന്നില്ല എന്നുള്ളതാണ്. അവരുടെ മിസ്റ്റേക്ക്, അവർ കറക്റ്റായിട്ട് ഈ റിലേഷനിൽ നിങ്ങൾ ഇടുന്ന പോലെ ഒരു അറ്റൻഷനോ അല്ലെങ്കിൽ നിങ്ങൾ ഇടുന്ന അത്രയും എഫേർട്ടോ അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവാത്തതാണ് പ്രശ്നം എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നില്ല. പക്ഷെ പോകെ അവരത് മനസ്സിലാക്കും എന്നുള്ളതാണ്. അവർക്കൊരു റിഗ്രറ്റ് ഉണ്ട്. അവരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടോ എന്നുള്ളൊരു റിഗ്രറ്റ് അവർക്കുള്ളതായിട്ട് കാണുന്നുണ്ട്. പക്ഷെ അവരെ ഇപ്പോഴും ബ്ലെയിം ചെയ്യുന്നത് നിങ്ങൾ മനഃപൂർവ്വം ആളെ വിട്ടുപോയി എന്നുള്ളൊരു രീതിയിലാണ് ആള് നിൽക്കുന്നത് എന്നുള്ളതാണ് കേട്ടോ. 2 ഓഫ് വാൺസ് എനർജിയാണ്. അവർ കൺഫ്യൂസ്ഡ് ആണ് ഇവിടെ. നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണോ, കോണ്ടാക്ട് ചെയ്യണോ എന്നുള്ളത്. നിങ്ങൾ കാര്യങ്ങൾ അവരറിയാൻ ശ്രമിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലും നിങ്ങളിലേക്ക് വരാൻ അവർ കൺഫ്യൂസ്ഡ് ആണ്. ഇവിടെ ഇനി റിലേഷൻ റീസ്റ്റാർട്ട് ചെയ്യാൻ ആളായിട്ട് റിലേഷനിലോട്ട് വന്നാൽ നിങ്ങൾ ആളെ ആക്സെപ്റ്റ് ചെയ്യുമോ, ഈ റിലേഷൻ ഇനിയും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ, അങ്ങനെ പല കാര്യങ്ങളിലും ആള് കൺഫ്യൂസ്ഡ് ആണെന്നാണ് കാണിക്കുന്നത്. ആ ഒരു കൺഫ്യൂഷന്റെ പുറത്താണ് അവരിപ്പം അകന്ന് നിൽക്കുന്നതെന്നുള്ളതാണ് കേട്ടോ. ദ വേൾഡ് കാർഡാണ്. ഇവിടെ ഈ ഒരു റിലേഷനിൽ ഒരു ചേഞ്ച് വരാൻ വേണ്ടി പോകുന്നതായിട്ടാണ്. ഒരു പോസിറ്റീവ് ആയിട്ടുള്ള മാറ്റം എന്തായാലും ഈ റിലേഷൻ മുന്നോട്ടുണ്ടാവും എന്നുള്ളതാണ്. ഇപ്പോഴുള്ള ഈ ഒരു എന്താ പറയാ ചേഞ്ചസ്, അല്ലെങ്കിൽ ഇപ്പോഴും ഈ റിലേഷനിൽ ഉണ്ടാവുന്ന നെഗറ്റീവ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് എല്ലാം മുന്നോട്ട് ചേഞ്ച് ആവും, മുന്നോട്ട് അതിലൊരു മാറ്റം വരും എന്നുള്ളതാണ് കാണിക്കുന്നത്. 7 ഓഫ് കപ്സ് എനർജിയാണ്. അവർ കൺഫ്യൂസ്ഡ് ആണ്. എന്താണ് റിലേഷന്റെ കാര്യത്തിൽ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ചെയ്യേണ്ടത്.
ആളുടെ പ്രശ്നം എന്താണ്, നിങ്ങളുടെ പ്രശ്നം എന്താണ്, അങ്ങനെ എന്താണ് ഈ റിലേഷനിൽ ഒരു ഡിസിഷൻ എടുക്കേണ്ടതെന്നുള്ള ഒരു കൺഫ്യൂഷൻ കാണിക്കുന്നുണ്ട്. ആള് എപ്പോഴും ആളുടെ ലൈഫിൽ ആളുടേതായിട്ടുള്ള, അതായത് സെൽഫിഷ് ആയിട്ട് ആളുടേതായ കാര്യങ്ങൾക്ക് മാത്രം ഒരു പ്രാധാന്യം കൊടുത്ത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ ഒരു ഇമോഷൻസിന് അങ്ങനെ ഒരു വാല്യൂ കൊടുക്കാതെ റിലേഷനെ ഡീൽ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഉണ്ടായിട്ടുള്ളത്. അപ്പം ഇപ്പോഴാള് കൺഫ്യൂസ്ഡ് ആണ്, എന്താണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്ത് മാറ്റമാണ് റിലേഷന്റെ കാര്യത്തിൽ ആളായിട്ട് ചെയ്യേണ്ടത്, ആൾ എന്ത് ഡിസിഷനാണ് ഇനി പോസിറ്റീവായിട്ട് റിലേഷൻ മാറുന്നതിന് വേണ്ടി സ്വീകരിക്കേണ്ടത്, അങ്ങനെയുള്ള കൺഫ്യൂഷൻസ് ആൾക്കുള്ളതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് മെസ്സേജ് കാർഡ് കൂടി നോക്കാം. വാണ്ടിങ് എന്നാണ് കാണിക്കുന്നത്. അവർക്ക് നിങ്ങൾ അവരുടെ ലൈഫിൽ വേണം എന്നുള്ള ഒരു എനർജിയിലാണ് നിൽക്കുന്നത്. അവർക്ക് നിങ്ങളില്ലാതെ പറ്റില്ല എന്നുള്ള ഒരു മാനസികാവസ്ഥയാണ് ഇവിടെ കാണിക്കുന്നത്. അവർക്ക് ഈ ഒരു റിലേഷനിൽ നിങ്ങളെ ആവശ്യമാണ്, നിങ്ങളില്ലാണ്ട് അവർക്ക് പറ്റില്ല എന്നുള്ളതാണ് കേട്ടോ. ബ്ലസ്ഡ് എന്നാണ് കാണിക്കുന്നത്. അവർ സ്നേഹത്തിന്റെ കാര്യത്തിൽ ബ്ലസ്ഡ് ആണെന്നാണ് കാണിക്കുന്നത് കേട്ടോ. കാരണം ഇത്രയും നിങ്ങളുടെ ഭാഗത്തുനിന്ന്, അല്ലെങ്കിൽ നിങ്ങൾ അവരെ സ്നേഹിക്കുന്ന പോലെ അവരുടെ ലൈഫിൽ അത്രയും ഒരു സ്നേഹമൊന്നും അവര് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. അപ്പം അത്രയും സ്നേഹവും ബോണ്ടിങ്ങും കണക്ഷനും അല്ലെങ്കിൽ ആ ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സ്നേഹം അവർക്ക് കിട്ടുന്നത് അതിൽ അവർ ബ്ലസ്ഡ് ആണ് എന്നുള്ളതാണ് കാണിക്കുന്നത്. ഡേ ഡ്രീം എന്നാണ് കാണിക്കുന്നത്. അവര് പകൽ സമയം പോലും നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്നു എന്നുള്ളതാണ്. അത്രയും ഡ്രീമി ആയിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ്. അവർക്ക് നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ അവരുടെ മനസ്സിലൂടെ കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നിങ്ങൾ തമ്മിലൊരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളെ കുറിച്ചുള്ള ഓർമ്മകളാണ് അവരുടെ മനസ്സിൽ എപ്പോഴും വരുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് മെസ്സേജ് കാർഡ് നോക്കാം. നോ നീഡ് ടു വറി എന്നാണ്. നിങ്ങൾ വിഷമിക്കേണ്ട സിറ്റുവേഷൻ ഇല്ല ഇവിടെ. ഇവിടെ പോസിറ്റീവ് ആയിട്ടുള്ള ചേഞ്ചസ് തന്നെയാണ് മുന്നോട്ട് വരാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ കൂളായിട്ട് ഇരിക്കുക. ഓക്കെ, ഈ റിലേഷനിൽ നല്ലൊരു ചേഞ്ച് വരുന്നത് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യാന്നുള്ളതാണ് കേട്ടോ. പെർഫെക്റ്റ് ടൈമിംഗ് എന്നാണ് കാണിക്കുന്നത്. ഒരു കറക്റ്റ് ആയിട്ടുള്ള ടൈമിങ്ങിൽ തന്നെ റിലേഷന്റെ കാര്യത്തിൽ ഒരു ചേഞ്ച് വരും എന്നുള്ളതാണ് കേട്ടോ. അപ്പം നിങ്ങൾ ഈ ഒരു റിലേഷന്റെ കാര്യത്തിൽ യൂണിവേഴ്സ് ആയിട്ട് ഒരു ചേഞ്ച് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണിന്റെ ഭാഗത്തുനിന്ന് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ആക്ഷൻ ഇവിടെ ഉണ്ടാവും എന്നുള്ളതാണ്. സമയം എടുത്താൽ അങ്ങനെ ഒരു ചേഞ്ച് വരുന്നതായിട്ട് തന്നെയാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം. മെയ്, ലെറ്റർ ബി, 1992, ഡിസംബർ 1996, കാർത്തിക 1985, പൂരം, ലെറ്റർ ഡി, ഉത്രാടം, ലെറ്റർ എഫ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.